പാർത്തോട് പഞ്ചായത്തിൽ LDF SDPI അവിശുദ്ധ കൂട്ടുകെട്ടെന്ന UDF സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറുടെ തെരഞ്ഞെടുപ്പോടെ ഇത് മറനീക്കി പുറത്തുവന്നതായി UDF മണ്ഡലം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം പിടിക്കുവാനാണ് ഇത്തരമൊരു നീക്കമെന്നും UDF നേതാക്കൾ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിൽ ചോറ്റി ബ്ലോക്ക് ഡിവിഷന് പുറമെ മുക്കാരി, ചിറഭാഗം, പുൽക്കുന്ന തുടങ്ങിയ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താതെയും മറ്റു ചില ഇടങ്ങളിൽ വോട്ടുകൾ മറിച്ചു നൽകിയും SDPI ഇടതിനെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചതായും UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇതിന്റെ പ്രത്യുപകാരമായാണ് കഴിഞ്ഞ ദിവസം നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് LDFന്റെ 3 അംഗങ്ങൾ SDPI അംഗത്തിന് പരസ്യമായി വോട്ട് ചെയ്തത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം പിടിക്കുവാനാണ് LDF ഇത്തരമൊരു നീക്കം നടത്തിയെന്നും UDF നേതാക്കൾ ആരോപിച്ചു. നിലവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡയസ് കോക്കാട്ട് മതേതര ജനാധിപത്യ വിശ്വാസികളോട് വരും ദിവസങ്ങളിൽ ആൻസർ ചെയ്യേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ മേടിച്ച് CPI അംഗങ്ങൾ ചെയർമാൻ സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള കാര്യം LDF നേതാക്കൾ വ്യക്തമാക്കണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ചോറ്റിയിൽ നടന്ന ചോറ്റി ബ്ലോക്ക് ഡിവിഷനിലേക്ക് തെരഞ്ഞെടുപ്പിൽ SDPI മെമ്പർമാരുള്ള സ്ഥലങ്ങളിൽ പോലും SDPI സ്ഥാനാർത്ഥികളെ നിർത്താതെ ഇടതുപക്ഷത്തെ സഹായിച്ച സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിന് പ്രത്യുപകാരമായിട്ടാണ് SDPIക്ക് ഇടതുപക്ഷ അംഗങ്ങൾ വോട്ട് ചെയ്തത്. അതുപോലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സമയത്തെത്താതെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ഒപ്പിട്ടിട്ട് ബാലറ്റ് മേടിക്കാതെയും ഇരുന്ന സാഹചര്യമുണ്ട്. ഇത് നിയമവിരുദ്ധമാണ്. ഇതിനും ഇവർ ആൻസറബിളാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ കേരള കോൺഗ്രസ് MLA ഡയസ് കൊക്കാട്, മെമ്പർമാരായ വിൻസെന്റ് ആനക്കല്ല്, അബ്ദുൾ അസീസ് എന്നിവരാണ് SDPI സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതെന്നും ഇവർ ആരോപിച്ചു. 3 LDF അംഗങ്ങൾ SDPIക്ക് വോട്ട് ചെയ്തത് തങ്ങളുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണോ എന്ന് LDF ജില്ലാ നേതൃത്വം വ്യക്തമാക്കണം. ചൊവ്വാഴ്ച നടക്കുന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി മത്സരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. UDF മണ്ഡലം സെക്രട്ടറി കബീർ മുക്കാലി, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ബിബിൻ അറക്കൽ, മെമ്പർമാരായ ജോസഫ് മാത്യു, MK മോഹനൻ, രേണുക സാബു, ജാക്കുലിൻ സെബാസ്റ്റ്യൻ, ഫിലോമിന റെജി, മേഴ്സി സെബാസ്റ്റ്യൻ, സൈമ സാഹിർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഫെസ്റ്റു ന്യൂസ്, കാഞ്ഞിരപ്പള്ളി.